നമുക്ക് വളരെ പെട്ടെന്നൊരു മാങ്ങാച്ചാർ റെഡിയാക്കി എടുത്താലോ. ഇതിന് ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. അപ്പോൾ മാങ്ങക്കാലൊക്കെ വരികയല്ലേ, സേവ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് നല്ല ചെനച്ച മാങ്ങയാണ് കേട്ടോ. ചെനച്ചത് മീൻസ് നമ്മൾ പച്ചയെന്ന് വിടും ചെയ്ത് പഴുത്തിട്ടില്ല, ആ ഒരു ലെവൽ മാങ്ങയുണ്ടല്ലോ, അതാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ മാങ്ങ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത് അതിൽ ഉപ്പ് എടുത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് തിരുമ്മി വെക്കണം കേട്ടോ. ഇനി അച്ചാർ ഉണ്ടാക്കാനുള്ള പാത്രം എടുക്കുക, അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ എടുക്കുക കേട്ടോ. ഞാൻ വെളിച്ചെണ്ണയാണ്, നല്ലെണ്ണ യൂസ് ചെയ്യേണ്ടവർക്ക് അതും യൂസ് ചെയ്യാം കേട്ടോ. നല്ലെണ്ണ കുറച്ചധികം കാലം ഇരിക്കുന്ന അച്ചാറാണെങ്കിൽ നല്ലെണ്ണയാണ് നല്ലത്. ഇതൊക്കെ ഇപ്പോൾ ഒരു ആഴ്ചയ്ക്കുള്ളിൽ തീരും, പെട്ടെന്ന് കാലിയാവുന്ന അച്ചാറായതുകൊണ്ട് ഞാനിവിടെ വെളിച്ചെണ്ണ എടുത്തു എന്നേ ഉള്ളൂ. ഇനി അതിലേക്ക് കടുക് ഇട്ട് പൊട്ടിക്കുന്നു, കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കണേ. ഇനി ഒരു 3-4 ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇത് കുറച്ച് മധുരമുള്ള മാങ്ങയാണ് കേട്ടോ, ഞാൻ ചെനച്ചതെന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് കുറച്ച് എരിവും കൂടെ ബാലൻസ് ചെയ്യാൻ വേണ്ടി കുറച്ച് അധികം മുളകും പൊടി എടുത്തിട്ടുണ്ട്. ഒരു 2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു 2-3 ടീസ്പൂൺ വിനാഗിരിയും കൂടി ആഡ് ചെയ്തെടുത്ത് തീയൊന്ന് ഓഫ് ചെയ്തതിന് ശേഷം ഇന്ന് മാങ്ങയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ മാങ്ങച്ചാറ് റെഡി ആയിട്ടുണ്ട്, നല്ല ടേസ്റ്റാണ് കേട്ടോ. വിനാഗിരി ഉപ്പും ഒന്ന് ബാലൻസ് ചെയ്തിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യണേ.